നമുക്കിന്ന് കുറച്ച് നാരൻ ചെമ്മീനും കുറച്ച് ചെറിയ ചെമ്മീനും കിട്ടിയിട്ടുണ്ട്. നമുക്ക് അത് വെച്ചൊരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാനതെല്ലാം വറക്കാനായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പൊക്കെ ചേർത്ത് പുരട്ടി വെക്കുന്നുണ്ട്. നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് നമുക്കത് വറക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ചോറ് വേവിച്ചെടുക്കാം. അപ്പോൾ അത് ഞാൻ ജീരകശാലയുടെ അരിയാണ്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലോട്ട് പട്ട, കറയാമ്പൂ, ഏലയ്ക്ക, പെരുംജീരകം, സവോളയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി അതിലോട്ട് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 2 ഗ്ലാസ് ആയിരിക്കും 3 ഗ്ലാസ് വെള്ളം കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ അരി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് ഉപ്പും കൂടി ചേർത്ത് അത് വേവിച്ചെടുക്കാം. എന്നിട്ട് നമ്മളിത് പ്രഷർ കുക്കറിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രഷർ കുക്കർ അടുപ്പിൽ വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലോട്ട് സവോളയും നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചതച്ചതും തക്കാളിയൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റി അതിലോട്ട് പൊടികളായിട്ട് ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും ഇട്ട് കൊടുത്ത് കുറച്ച് തൈരും കുറച്ച് പുതിനയിലയും മല്ലിയിലൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൂട്ടി അവിടെ മാറ്റി വെച്ച ശേഷം അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മീതിയിൽ കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് മല്ലിയിലയും കൂടി തൂവി നമുക്കത് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫാക്കിയിട്ട് എടുക്കാം കേട്ടോ. നമ്മുടെ അടിപൊളി ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ടേ.